അപ്പൊ അമ്മയുടെ ഒരു കിട്ടിക്കാച്ചി പെർഫോമൻസ് ആണ് നമ്മളിപ്പോ കണ്ടത്. ഇനി അടുത്തതായി പാടാൻ വരുന്നു ആരാന്നല്ലേ? നമ്മുടെ കണ്ടസ്റ്റന്റ് ആരുമല്ല, ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് വന്നത്. ഇന്ത്യൻ ഐഡലിന്റെ റിയാലിറ്റി ഷോയിൽ പോയിട്ട് ശ്രേയാജിനെ ഞെട്ടിച്ച ഒരു കലാകാരി നമ്മളെല്ലാരും കണ്ടിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയയിലൊക്കെ ആള് ഭയങ്കര വൈറലായിരുന്നു. ഒരു പിങ്ക് സാരിയൊക്കെ കൊടുത്ത് നമ്മുടെ മലയാളി കുട്ടി അവിടെ ചെന്ന് ശ്രേയാജിനെ അങ്ങ് ഞെട്ടിച്ചു. എന്ത് ചെയ്തു? പാട്ട് പാടി. ഇത് പൊട്ട ചോദ്യാണത്. ഇല്ല, എനിക്ക് അറിഞ്ഞൂടാ. ശ്രേയാജി ചേട്ടാ അടുത്തോണ്ടൊരു പടക്കം പൊട്ടിച്ചാലും മതി. അതാ ചോദിച്ചത്. എങ്ങനെ ചോദിച്ചത്? ശങ്കർ മാധവൻ സാറ് പറഞ്ഞു ചോട്ടി ചിത്ര എന്നാണ് ആളെ വിളിക്കുന്നത്. ഇനി പറയണ്ട. അപ്പൊ എന്തായാലും ഞാൻ വേഗം വിളിക്കാൻ പോവാ. നമ്മുടെ വിഷ്ണുമായ. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം വിഷ്ണുമായ. ഹലോ, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. താങ്ക് യു. നല്ല ഭംഗി കാണാൻ അല്ലേ, സുന്ദരി കുട്ടിയായിട്ടുണ്ട്. വിഷ്ണുമായേ, വിഷ്ണുമായ കണ്ടതിൽ കുറെ സന്തോഷം സാർ. എനിക്കും ഒരുപാട് സന്തോഷം. കുറെ 10-30 കൊല്ലം ശരത് സാറിനെ കണ്ടിട്ട് കുറച്ച് വർഷമായിട്ടേ ഉള്ളൂ. സാർ എന്റെ ജഡ്ജായിരുന്നു. ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു ജഡ്ജാണ് ശരത് സാർ. അതുപോലെ തന്നെ അനു മാമിനെ കണ്ടിട്ട് ഒരു 10 വർഷമായി. എന്നെ പിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല. ഷാൻ റഹ്മാൻ സാറിനെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എനിക്കിപ്പോ ഇന്ന് കാണാൻ പറ്റി. ഐ എം സോ ഹാപ്പി കാണാൻ പറ്റിയതില്. അത് ഞാൻ അമൃത ടിവിക്കും സൂപ്പർ സ്റ്റാറിനും ഒരു വലിയ താങ്ക്സ്, എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാണ്. ഇന്ന് അനുമാമിനെ ശരത് സാറിനെയൊക്കെ പിന്നെയും കാണാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ശരിക്കും ഈ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്നതിന് ഒരു ബിഗ് താങ്ക്സ്. ശരത് സാർ അന്ന് എങ്ങനെയായിരുന്നു? ഇന്ന് ഞാൻ എങ്ങനെയാണോ കാണുന്നത് ഇപ്പൊ അതേപോലെ തന്നെ ശരത് സാർ. മാറ്റമില്ല. മോളെ, നീ അവിടെ പോയി പാടി കലക്കിയതൊക്കെ അറിഞ്ഞു. കുറെ സന്തോഷം. നമ്മുടെ ഇവിടുന്ന് ഒരു കുട്ടി പോയി അവിടെ പോയി ആ ഒരു എക്സ്പീരിയൻസ് എന്തായാലും പറ. നമ്മളെ ശ്രേയാജിയുടെ റിയാക്ഷൻസ് കാണുന്നു, നമ്മൾ കണ്ടു സാരിയെ കൊടുത്ത് നല്ല സുന്ദരി കുട്ടിയായിട്ട് പോയി നല്ല അടിപൊളിയായിട്ട് പാടി. എങ്ങനെ ഉണ്ടായിരുന്നു ശ്രേയാജിനെ കണ്ട ഒരു മൊമെന്റ് ഒക്കെ? അതായത് ഞാൻ മുന്നേ ഒരു ഹിന്ദി റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതില് ഗസ്റ്റ് ആയിട്ടും ജഡ്ജായിട്ടും ഒന്നും ശ്രേയാജി ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഹിന്ദി റിയാലിറ്റി ഷോയിലേക്ക് പോകുന്നേ ഞാൻ ചിന്തിച്ചിട്ടില്ല. ആ ഒരു ഷോയിൽ ഞാൻ റണ്ണറപ്പ് ആയിരുന്നു. സോ ത്രൂ ഔട്ട് ആ ഷോയിൽ എനിക്ക് നിൽക്കാൻ പറ്റി, ഭാഗ്യം കൊണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ ലൈഫിൽ വിചാരിക്കുന്നില്ല ഒരു ഹിന്ദി റിയാലിറ്റി ഷോയിൽ പിന്നെയും എനിക്കൊരു അവസരം വരും എന്നുള്ളത്. അപ്പൊ ശ്രേയാജീനെ കാണാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോൾ ഞാൻ മലയാളം റിയാലിറ്റി ഷോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ സാറും കൂടെ ഉണ്ടായിരുന്ന ഒരു ഷോയില് ഫിനാലയിൽ ശ്രേയാജി വന്നിരുന്നു. അപ്പോ ശ്രേയാജി ഗസ്റ്റ് ആയിരുന്നു. അപ്പൊ അന്ന് പാട്ടൊക്കെ കേട്ട് ശ്രേയാജി അടുത്ത് വന്ന് ഹഗ് ചെയ്ത് കിസ്സൊക്കെ ചെയ്തിരുന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. അതിനുശേഷം പിന്നെ ഈ ഷോയിലേക്ക് വിളിച്ചപ്പോ ശ്രേയാജി ആയിരുന്നു ജഡ്ജ്. ഞാൻ ഭയങ്കര ഫാനാ ശ്രേയാജിന്റെ. അപ്പോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ലക്ഷക്കണക്കിന് കണ്ടസ്റ്റൻസിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് ഒരു ലോങ് പ്രോസസ്സാണ് ഓഡിഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഒരുപാട് റൗണ്ട്സ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. വെർച്വലായിട്ടും അല്ലാതെയൊക്കെ ഓഡിഷൻസ് ഒക്കെ നടന്ന് ഒരു ടോപ്പ് 30 ഒരാളാവാൻ പറ്റി എനിക്ക്. കുറെ സന്തോഷം. ബാക്കി കൂടെ പറ കേക്കട്ടെ. ചോട്ടി ചിത്ര. ചോട്ടി. അതെ, ഇനി ശങ്കർജിയുടെ 12 വയസ്സായപ്പോഴാണ് ആ ഷോയില് പോകുന്നത്. അപ്പോ ഞാൻ മത്സരിക്കുന്നത് 60 വയസ്സ് വരെയുള്ള ആൾക്കാരുടെ കൂടെയായിരുന്നു. കാലത്തൊട്ട് കൊടുത്തിട്ട് പാടിക്കൂടെ? അപ്പൊ അങ്ങനെ സോളോ സിംഗിങ് മാത്രമായിരുന്നില്ല, ബാൻഡ്, ഡുവോ, അങ്ങനെ പല കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഇങ്ങനെ ഓഡിഷൻ സെലക്ട് ആയി. ആ ഓഡിഷൻ സോങ് കഴിഞ്ഞപ്പോഴാണ് ശങ്കർ മഹാദേവൻ സാർ പറഞ്ഞത് യു സൗണ്ട്. അത് ഏത് സോങ് ആയിരുന്നു? അത് ജിയാജലെ പറഞ്ഞ സോങ് ആയിരുന്നു. പിന്നെ ആ ഷോയിൽ അതൊരു ജേർണി ആയിരുന്നു. ജേർണിയിലുപരി അതൊരു ലേണിംഗ് പ്രോസസ് ആയിരുന്നു. എനിക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അത് ഏതൊരു റിയാലിറ്റി ഷോയിൽ, ഞാൻ ചെറുപ്പം തൊട്ടേ ഒരുപാട് റിയാലിറ്റി ഷോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഓരോ ജഡ്ജസിൻ്റെ അടുത്തു നിന്നും കുറെ അഡ്വൈസസും ഓരോ ഷോയിലും ഡിഫറെൻ്റ് ആണ്. പല കാര്യങ്ങളും പഠിക്കാൻ പറ്റി. വിഷ്ണു, ഇത്ര ഒരു ജേർണി അല്ലേ? അപ്പൊ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ടിപ്സ് കൊടുക്കണമെങ്കിൽ എന്ത് പറയുന്നു? ഉണ്ടോ?
കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും. വിഷമമായി ആലോചിച്ചും കണ്ടും ഒക്കെ പറ കേട്ടോ. വായി ആണ് കൊടുക്കുന്നത്. ടിപ്സ് വേണമെങ്കിൽ ഞാൻ കൊണ്ടുതരാം, എന്റെ കയ്യിലുണ്ട്. പറഞ്ഞോ. എനിക്കിപ്പോ ഇവര് ഈ ഒരു ഏജില് ടെൻഷനൊക്കെ വരാൻ സാധ്യത കുറവാണ്. ഞാൻ ഈ ഒരു ഏജിൽ ഉണ്ടാവില്ല. പക്ഷെ ഞാനിപ്പോ ഇവിടെ ഇരുന്ന് ഈ ഇവരെ പാട്ടുകളൊക്കെ കാണുമ്പോൾ ഞാൻ ശരിക്കും ആ ഒരു ജേർണിയിലൂടെ പോവായിരുന്നു. എനിക്ക് ആ ടെൻഷനൊക്കെ ശരിക്കും ഫീൽ ചെയ്യായിരുന്നു. പക്ഷെ റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് ഒരു ലേണിംഗ് പ്രോസസ് തന്നെയാണ്. പക്ഷേ ടെൻഷൻ ഒക്കെ ഉണ്ടാവും. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് വീട്ടിൽ പോകുമ്പം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. കുറെ ലേണിങ്സും ഒരുപാട് ഇത്രയും നല്ല എക്സ്പേർട്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സോ എന്തായാലും നല്ലതിന് തന്നെയാണ്. ആൻഡ് നിങ്ങളുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യുക, മുന്നോട്ട് പോവാ. വിഷ്ണു, എനിക്കൊരു ചോദ്യമുണ്ട്. ഇപ്പോ ഞങ്ങള് പാടുന്ന കാലത്തിൽ ഇത്രയും ഡിജിറ്റൽ മീഡിയ ഒന്നുമില്ല. പക്ഷെ ഇപ്പോ ഒരു പാട്ട് പാടിയാൽ തന്നെ വേൾഡ് മുഴുവൻ എല്ലാവരും കേൾക്കുന്നു അല്ലെ? എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു സൂപ്പർ സ്റ്റാർ പ്രോഗ്രാം എന്ന് വെച്ചാൽ. അപ്പോൾ ദാറ്റ് ഇസ് എ ചാലഞ്ച് അല്ലേ? ബിക്കോസ് വെൻ യു കം ഇൻ ടു ദ ലൈം ലൈറ്റ് വെരി ഏർലി, എനിക്ക് തോന്നും നമ്മുടെ ലേണിംഗ് പ്രോസസ് ഒന്ന് സ്റ്റോപ്പ് ആവും ഇങ്ങനെ പോപ്പുലർ ആയ. അത് പിന്നെ ആ ഒരു ഘട്ടത്തിന് നമ്മൾ കടന്നു പോകണമെങ്കിൽ അത് നമ്മുടെ നല്ല പേരൻസിന്റെ ഒരു സപ്പോർട്ടും ടീച്ചേഴ്സിന്റെ ഒരുപാട് കെയർ ആൻഡ് നറിഷ്മെന്റ് വേണം. അത് വിഷ്ണുമായ ബിക്കോസ് ഐ നോ ദാറ്റ് യു ബീൻ വർക്കിംഗ് സോ ഹാർഡ്. അത് ആൻഡ് ഇറ്റ് ഇസ് വെരി ഹാർഡ് അങ്ങനെ ചെയ്യുന്നത്. അത് കുറിച്ച് ഒന്ന് പറയാം. അനു മാം, ഇപ്പോൾ എനിക്കൊരു ഡേ ബെറ്റർ ആണെങ്കിൽ നാളെ അത് ബാഡ് ആവും. അത് ഡിഫറെൻ്റ് ആണ് ഓരോ ദിവസവും. ഇപ്പം ഇന്ത്യൻ ഐഡലിൽ പോയത് തന്നെ പറഞ്ഞാൽ എനിക്ക് അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എനിക്കത്. ഞാൻ ടോപ്പ് 30 വരെ എത്തി. ആ ഒരു സോങ് അത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടു. അത്രയും എനിക്ക് അപ്രീസിയേഷൻസ് കിട്ടി. അപ്പോൾ ഒരിക്കലും എനിക്ക് എന്ത് അപ്രീസിയേഷൻസ് കിട്ടിയാലും അച്ഛനും അമ്മയും അങ്ങനെ തന്നെ വാവ് എന്നുള്ള ഒരു വേൾഡിലേക്ക് പോകാൻ സമ്മതിക്കാറില്ല പൊതുവെ ഇത്രയും വർഷങ്ങളായിട്ട്. അപ്പോ നല്ല അച്ഛനും അമ്മയും ഒരു മാതൃകയാണ് അവര്. മറ്റേ പിള്ളേരെ എടുത്തു വെച്ച് ചുമ്മാ തലയെ വെച്ചിട്ട് ടെൻഷനാക്കി ആവശ്യമില്ലാത്തതും ഉള്ളതും എല്ലാം കൂടെ പറഞ്ഞ് ടെൻഷൻ കയറ്റി കുഞ്ഞുങ്ങളായിട്ട് വലയ്ക്കുന്ന കുറേ അച്ഛനമ്മമാരെ എനിക്കറിയാം. അതുകൊണ്ട് എന്തൊക്കെയായാലും വിഷ്ണുമായുടെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങളുടെ സ്പെഷ്യൽ കൈത്ത. ഇനി വിഷ്ണുമായ ഒരു മലയാളിയോട് ഫസ്റ്റ് കണ്ടുകഴിഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യം, നാട്ടിലെവിടെയാ? നാട്ടില് ഞാൻ ശരിക്കും കോഴിക്കോടാ. ഇതൊരു കോഴിക്കോടുകാരനാ. കോഴിക്കോടാണ് ഹലുവായിരിക്കുന്നത്. കോഴിക്കോട് ബാലുശ്ശേരി നടുവണ്ണൂർ അവിടേക്കാണ് ശരിക്കും വീട്. ഇപ്പൊ ടെമ്പററിലി ഞാൻ വയനാടാണ്, കൽപ്പറ്റ സ്ഥലത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം. പിന്നെ അല്ലാണ്ട് പാട്ട് കുറെ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് പറഞ്ഞത് നല്ലതായിരുന്നു, രസമായിരുന്നു. വിഷ്ണുമായേ നീ കലക്കടാ. ഏത് പാട്ടാ? ഞാൻ ദേവരാജൻ മാസ്റ്ററുടെ ഒരു പാട്ട് പാടാം, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ, അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി, ഒരു മാത്ര വെറുതെ നിനച്ചുപോയി. അരികിൽ രാത്രി മഴ പെയ്തു
വെറുതെ നനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഒരു മാത്ര വെറുതെ നനച്ചുപോയി. മുറ്റത്തു ഞാൻ നട്ട ചെമ്പകത്തൈയിലെ ആദ്യത്തെ മുട്ടു വിരിഞ്ഞ നാളിൽ സ്നിഗ്ധമാരുടെയോ മുടിച്ചാർത്തിലെ മുക്തസങ്കൽപ്പം തലോടി നിൽക്കേ ഏതോ പുരാതന പ്രേമകഥയിലെ ഗീതികളിന്നിൽ ചിറകടിക്കേ. ഗീതികളിന്നിൽ ചിറകടിക്കേ. ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഒരു മാത്ര വെറുതെ നനച്ചുപോയി. സൂപ്പർ. താങ്ക് യു, താങ്ക് യു. അപ്പൊ എല്ലാ നന്മയും ഉണ്ടാവട്ടെ. താങ്ക് യു സർ. പാടി കലക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ താങ്ക് യു ബെസ്റ്റ്. സോ മച്ച്. ഓക്കെ. Ni pa maga sa sa